ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാരുതിയുടെ സെൻ. അപ്പോൾ സെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിമാൻഡിലുള്ള വാഹനമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എടുത്ത് ചെറിയ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്ത് ഭംഗിയൊക്കെ ആക്കി കൊണ്ടുപോയി നൽകാൻ ഇഷ്ടപ്പെടുന്ന വാഹനം തന്നെയാണ് മാരുതിയുടെ സെൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് നല്ലൊരു സെൻ വന്ന് കയറുന്നത്. അപ്പോൾ ആ സെൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ട്രൈ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് 1998 മോഡൽ സെൻ ആണ്. അപ്പോൾ ഈ സെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് VX ഓപ്ഷനിൽ വന്നേക്കാനാണ്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, ബോഡി ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് ആണ്. ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കണം. നല്ല ഗുഡ് ക്വാളിറ്റിയിലേക്കും ടയേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കണം. പിന്നെ ഓടിക്കാൻ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ AC ഉണ്ട്, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഇനി സപ്പോർട്ട് അല്ല, കാരണം VX ഓപ്ഷനാണ്, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. പിന്നെ സെൻ എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന സംശയമാണ് MPFI ആണോ കാർബറേറ്റർ ആണോ. ഇത് കാർബറേറ്റർ വാഹനമാണ്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം കണ്ടുവരാം, അതിന് ശേഷം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഫസ്റ്റ് തന്നെ ടയറിലേക്ക് ഒന്ന് പോയേക്കാം. ടയർ നോക്കുമ്പോൾ കണ്ട ഫുള്ള് ഗ്രിപ്പിൽ നിൽക്കുന്ന ടയേഴ്സാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ടയേഴ്സാണ്. അതുകൂടാതെ തന്നെ വീലാർസും കാര്യങ്ങളും നോക്കാം, അവിടെയും ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല കേട്ടോ, വൃത്തിയായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് താഴെയായിട്ട് ലൈൻ സ്ക്രാച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് നോക്കാം, ഫ്രണ്ടിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല, വളരെ നീറ്റായിട്ട് നിൽക്കുന്നു. റൈറ്റ് സൈഡ് ബമ്പേഴ്സ് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബമ്പേഴ്സിലും കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. ഇനി ടയേഴ്സ് നോക്കാം. ടയേഴ്സ് നോക്കുമ്പോൾ കണ്ടോ നീറ്റായിട്ട് നിൽക്കുന്ന ടയേഴ്സ്, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, വൃത്തിയായിട്ട് നിൽക്കുന്ന ടയേഴ്സാണ്. അതുകൂടാതെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്ലാസ് നോക്കാം കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ്, വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഗ്ലാസ്. താഴേക്ക് വരുമ്പോൾ ഇവിടെ സെൻ VXൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. DK ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സ്, റിയർ ബമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ചെറിയ രീതിയിൽ പെയിൻറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നമുക്കില്ല. ചെറിയ രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്, കാരണം ഇത് 98 മോഡലാണ്. ഇപ്പോൾ അതിൻ്റേതായ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബോഡിയിൽ കാണാൻ പറ്റും. ആയിട്ടിരിക്കുന്നു. മിഡിൽ നോക്കാം. മിഡിൽ നമുക്ക് വർക്കിംഗ് ACയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് കിലോമീറ്റർ നമുക്ക് യാതൊരു രീതിയിൽ ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും പഴയ മോഡലായതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഒക്കെ അവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. മിഡിൽ നോക്കുകയാണെങ്കിൽ മിഡിൽ നമുക്ക് ACയുടെ കൺട്രോൾസ്, അതുപോലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോർ വിനയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കി തന്നെ ഇട്ടിരിക്കുന്നു. ഡോർ പാഡും കാര്യങ്ങളും നോക്കിയേക്കാം. പവർ വിൻഡോസും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല, റോളിംഗ് വിൻഡോസും കാര്യങ്ങളും തന്നെ വരുന്നത്. അതേപോലെ തന്നെ സീറ്റ് നോക്കാം. സീറ്റും ക്വാളിറ്റിയൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റ് കവേഴ്സ് ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ്. അതേപോലെ റിയർ ഭാഗത്ത്
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എഞ്ചിൻ ഭാഗം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബൂട്ടൊന്ന് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കാണാനാണ് ഈ ഒരു സെന്നിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ സ്പേസാണ്. കൂടുതലായിട്ട് സ്പേസും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാം. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്പെയർ വീൽ നോക്കിയേക്കാം. സ്പെയർ വീലിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഓക്കെ, ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പെയർ വീൽ വന്നേക്കണം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ സ്പെയർ വീലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സ്പെയർ വീലിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അതേപോലെ വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ നമുക്ക് നോക്കാവുന്നതാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എഡ്ജ് ടു എഡ്ജ് വ്യൂ, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ. ഇനി നമുക്കിതിൻ്റെ വില ഭാഗം വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സെൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വാഹനം? നല്ല കലക്കൻ വാഹനമല്ല, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനം, ബ്ലൂ കളർ വാഹനം. പിന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം, ടയറൊക്കെ ഒന്ന് മാറ്റി അലവ് കയറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് വാഹനം സെന്നായിട്ടാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി. നമ്മുടെ സബ്സ്ക്രൈബറാണ് എടുത്ത് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 48,000 രൂപയാണ്. 48,000 റുപ്പീസാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ നമ്മളതേക്ക് വിളിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.